12 രൂപ. അത് ഇത്ര പോലും. ക്യാൻറ്റീന്ന് ഇവിടെ വരാൻ 8 രൂപയല്ലേ ഉള്ളു. വെള്ളം ഇറങ്ങി ചാവൂല. ആ ഇങ്ങനെ മേടിക്കാം. എന്റെ കാര്യം. അല്ല നീ നിന്റെ അമ്മയുടെ പ്രധാന തലേന്ന് എത്തി. അമ്മയുടെ പിറന്നാൾ വന്നതൊന്നുമല്ല, എന്റെ അമ്മായിമ്മയുടെ അടിയന്തരത്തിൽ ക്ഷണിക്കാൻ വന്നതാ. അവർ ചത്തോ? ഭാർഗവൻ ചേട്ടൻ എന്തേ? അങ്ങയുടെ അമ്മയുടെ ചതയ്ക്ക് തീ കൊടുത്താനേ അവിടെ തന്നെ നിൽക്കുക. ചിരിച്ചോ നിന്നെ കെട്ടിച്ചോട്ടെ, ഇതിന് കഷ്ടമാവും നിന്റെ സ്ഥിതി. ഞാൻ അമ്മായിയമ്മ ഇല്ലാത്ത വീട്ടിൽ നിന്ന് കെട്ടു. എടാ നിന്നെ ഒക്കെ തരത്തി ഒത്തിരി ലാളിച്ചിട്ടുള്ളതാ ഞാൻ, അത് നീ മറക്കരുത്. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതിന് ചേച്ചിയുടെ കാര്യം പണ്ടേ തീരുമാനമായതല്ലേ, അതല്ലേ ചേച്ചിയെ കെട്ടിച്ചു വിട്ടത്? വെറുതെ അല്ല, പഠിച്ച് പാസ്സായിട്ടും പറമ്പിൽ തൂമ്പാപ്പണി എടുത്ത് കഴിയേണ്ടി വന്നത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ജനിച്ചപ്പോഴേ നിന്റെ തല തിരിഞ്ഞാ വീണത്. ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള ഒരാളേ ഉള്ളൂ, പ്രേമേന്ദ്രൻ. 1200 രൂപ വാടക, 275 രൂപ കറണ്ട് ചാർജ്. എണ്ണി നോക്കിക്കേ. എനിക്ക് നിന്നെ വിശ്വാസ. വാടകയുടെ കാര്യത്തിൽ നീ കൃത്യ. പിന്നെ കഴിഞ്ഞ മാസം എടുത്ത എന്റെ ഫോട്ടോ എന്ത് ചെയ്യും? അത് മോളുടെ കൊടുത്തു വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഇല്ല, മറന്നതായിരിക്കും. ഫോട്ടോ വാങ്ങാനെന്നും പറഞ്ഞ് ദിവസവും അവൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി എന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തിനാ ചേട്ടാ എല്ലാ മാസവും വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? എടാ എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അറിയാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഓസിന് മാസം ഫോട്ടോ എടുത്ത എന്റെ തകർച്ചയുടെ ഘട്ടം ഞാൻ അറിയും. എന്താ 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 പറഞ്ഞേ? അല്ല, ബൾബ് ഫ്യൂസ് ആണെന്ന് പറയായിരുന്നു. പുറത്ത് നല്ല വെളിച്ചല്ലേ, നീ ആ വരാന്തയിൽ വെച്ചെടുത്താ മതി, നല്ല സീനറി കിട്ടും. ഈ ബോസിലൊന്നും അടിച്ച് ഇരിക്കയില്ല, താഴെ അതൊന്നും നീ പഠിപ്പിക്കണ്ട. ചെരിഞ്ഞ് ഇങ്ങോട്ടല്ല അങ്ങോട്ട് ചെരിയാൻ പറഞ്ഞ ഒരെണ്ണം മാത്രം മതിയല്ലേ? അത് ഇതടി, ഇത് ഉഗ്രം ബോസാ. ഇതടിച്ചും കാണട്ടെ കാണട്ടെ. ചേട്ടാ അടിച്ചോ, മോളിൽ നോക്കുന്നു. അടിച്ചോ. പ്രേമേന്ദ്ര, ഈ ബോസിലൊന്നും എടുത്തേ. ഇല്ല. ഇല്ലാന്നോ? ഇനിമില്ല ഇതിന്റെ അകത്ത്, ഞാൻ എടുത്തിട്ട് വരാം. നല്ല മൂടിൽ വന്നപ്പോഴാണ് നിർത്തിയത്. നിന്റെ മൂടനുസരിച്ച് എന്റെ ഭാര്യയുടെ കുളി നീട്ടിത്തരടാ. മനസ്സിലായില്ല? എന്റെ ഭാര്യ കുളിക്കുന്നിടത്താണോ അതിന്റെ ഒളിഞ്ഞോട്ടം? ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നതാ. കുളി കണ്ടാ പോരെ, ഫോട്ടോ എടുക്കണം. എന്റെ സ്റ്റുഡിയോ കയറി വന്ന് എന്റെ കസ്റ്റമർ തല്ലണ. അപ്പൊ നീയാണ് ഫോട്ടോ എടുക്കുന്നത്? ഇനി എന്റെ ഭാര്യ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയ ഫോട്ടോ എടുക്കാൻ ചെയ്ത രണ്ടിനെ കൊന്നുകളയും ഞാൻ. കൊല്ലും പറ്റിയോളാ? പറ്റില്ല, വാ. അവൾക്ക് കുളിക്കാൻ കണ്ടൊരു നേരം. അല്ല പ്രേമേന്ദ്ര, ഈ 1-ാം തീയതി തല്ലു കിട്ടിയ ആ മാസം മുഴുവനും തല്ലു കിട്ടുമോ? ചേട്ടന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഈ മാസം മാത്രമല്ല ഈ വർഷം മുഴുക്കെ തല്ല് കിട്ടും. ചേട്ടൻ ആരെ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയത്? ഞാനൊരു കുളിയും കണ്ടില്ല, സീനറി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു നിന്നതാ. സീനറി ഇപ്പൊ സീനാകെ നാറിയില്ലേ? അസല് ചവിട്ടാവൻ ഹൗസിംഗ് ചവിട്ടിയത്. അത് കണ്ടാ അറിയാം, കമ്പനിയുടെ എമ്പളടക്കം പതിഞ്ഞിട്ടുണ്ട്. അയ്യേ. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളെ അറിയരുത്. അഥവാ നീ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞാ അയാളോട് പറയണം, വേറെ ആരോടും പറയരുതെന്ന്. ഫോൺ വരാൻ കണ്ടൊരു നേരം. ഹലോ, ആൽബം റെഡി ആയിട്ടുണ്ട്. കൊടുത്തെടുക്കാം. പിന്നെ 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 പറയാം. എന്താ എന്താ എന്താ? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെന്താ? അതെന്താണെന്ന് താങ്കൾ എന്തിനാ? എന്നാ പിന്നെ എന്തിനാ തുറന്നു വെച്ചേക്കണേ? കൂട്ടിട്ട് പോയിക്കൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരു ഇരിപ്പാടോ. പെണ്ണുങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ലാട്ടോ ആ കണ്ടീഷനിലാ ഒരുത്തന്റെ ഇരിപ്പ്. അല്ല ഇതാരി വേണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മ വന്നിരുന്നു, അച്ഛൻ വന്നിരുന്നു, വാടക ചോദിച്ചു, കൊടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അച്ഛൻ പോയി, നമുക്ക് പിന്നെ കാണാം. എന്താ പ്രേമൻ എന്ത് പറ്റി? ഏയ് എനിക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരുത്ത എന്നോട് പറയാ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്ന്. അതെന്താ പ്രേമ? അത് അവര് തലക്ക് വട്ട. അല്ല, പ്രേമൻ എന്തോ കുഴപ്പം പറ്റി. അയ്യേ, പാന്റ് ഇടാനാണ് ഇരിക്കുന്നത്. പാന്റ് ഇട്ടാണ് വന്നത്. വരുന്ന വഴിക്ക് ചെളി തെറിച്ചു, അത് കഴുകാൻ ഊരിയിട്ടതാ. ശരി ശരി.
ഞാൻ തിരിഞ്ഞേക്കാം. വേഗം പാന്റ് എടുത്തിട്. തിരിഞ്ഞു നോക്കരുതേ. അങ്ങനെ തന്നെ തിരിഞ്ഞു നിന്നോ. അപ്പൊ ഇതാണ് പരിപാടിയല്ലേ? ഡോർ അടച്ചിട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പട്ടാപ്പോലെ ഇറങ്ങിയിരിക്കുന്ന നീ ഏതാടി? അനാവശ്യം പറഞ്ഞല്ലോ. മാധവി, നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ കുഞ്ഞിന്റെയും കാര്യത്തിൽ പ്രേമിയത്തിന് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? ഇന്ന് തന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സത്യം പറ, ഇവരേതാ? ഏത് കുഞ്ഞിന്റെ കാര്യമായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കരുത്. രേണുകേ, ഇതെന്റെ പെങ്ങളാ മാധവി. മാധവി, ഇത് ഈ ബിൽഡിംഗ് ഓണന്റെ മകളാ രേണുക. ഞാൻ പോവാ. രേണു രേണു രേണു, നീ ഉടനെ വീട്ടിലേക്ക് വന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. എന്ത് പറ്റാൻ? എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. വന്നേ. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായി അമ്മ പോര് സഹിച്ച് എല്ലുമുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന എന്റെ പെങ്ങൾ മാധവി ഒടുവിൽ സഹികെട്ട് ഗത്യന്തരമില്ലാതെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വന്നപ്പോ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അവളോട് അല്പം കരുണ കാണിക്കാൻ ഇവിടെ ആരുമില്ലേ? അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും. എന്താ എല്ലാവരും വരും നാ ഇറങ്ങിപ്പോയോ? നരേന്ദ്ര, നീ ഇന്ന് തന്നെ അഡ്വക്കേറ്റ് കോശിയെ കാണണം. അളിയനൊരു വക്കീൽ നോട്ടീസ് അയക്കണം. നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ. എന്റെ കുഞ്ഞിനെ തന്ത ഇല്ലാതാക്കണം നിന്റെ പുറപ്പാട്. ബാലേന്ദ്ര, നീ ഒരു കൊന്തം ആരെ അറിയിക്കണ്ട. എന്തെല്ലാം ചിരിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ വരവ് കണ്ട് ചിരിച്ചതാണേ. അത്രയ്ക്ക് കോമഡിയാണ് എന്റെ വരവില്ലേ? നിന്റെ ഈ ജോലി തന്നെയുള്ള നടപ്പ് കാണുമ്പോ ഒരല്പം കോമഡി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോലിയും കിട്ടി ശമ്പളവും വാങ്ങിച്ചോണ്ടിരിക്കണ്ട നീ തൂമ്പയുമായി പറമ്പിലൂടെ നടക്കുന്ന കാണുമ്പോ ഒരല്പം സെന്റിമെന്റ്സ് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 60% ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരിൽ ഒരാളാവാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്റെ പൊന്നു മോളെ, ഈ ഇന്റർവ്യൂവും ടെസ്റ്റും ഒക്കെ നിർത്തി വെച്ചിട്ട് അടുക്കളപ്പണിക്ക് അമ്മയെ സഹായിക്കാൻ നോക്ക്. ശരി, നിന്റെ വാക്ക് കേട്ട് ഞാനിവിടെ ഇരിക്കാം. പക്ഷേ 5-6 ലക്ഷം സ്ത്രീധനം കൊടുത്ത് എന്നെ കെട്ടിച്ചയക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഒരു നല്ല ജോലി കിട്ടിയ നല്ലൊരു ബന്ധവും കിട്ടും. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ ജോലിക്ക് ട്രൈ ചെയ്യുന്നേ? എന്തെത്ര സംശയം? ഒരു നല്ല ജോലി ഒന്നും മിണ്ടാതിരടി. മനസ്സിന്റെ സമാധാനം തെറ്റിയിരിക്കുമ്പോഴേ അവളുടെ കലബലാന്നൊരു വർത്തമാനം. ഒരാൾക്ക് കെട്ടിയതിന്റെ പ്രയാസം, ഒരാൾക്ക് കെട്ടാത്തതിന്റെ വിഷമം. അയ്യോ, ഞാൻ ചേച്ചി വന്ന് ശ്രദ്ധിച്ചില്ല. ഓ, അല്ലെങ്കിൽ ആർക്കാ എന്റെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധ? ഈ സാരി പുതിയതാ? കഴിഞ്ഞതോടെ ഞാൻ പിണങ്ങി വന്നില്ലേ, അപ്പം ഭാർഗവൻ ചേട്ടൻ വാങ്ങി തന്നതാ. അത് ശരി. നീ ഇങ്ങനെ എപ്പോഴും വഴക്ക് കൂടിയിട്ട് വരണത് സാരി കിട്ടിയെന്ന് കരുതിട്ടാ? സംശയമുണ്ടോ അമ്മയ്ക്ക്? ഭാർഗവനിങ്ങി വരട്ടെ. അപ്പോയിന്റ്മെന്റോട് നാഷണൽ എക്സ്പോസിൽ നിന്ന്. അമ്മേ, ചേച്ചിക്ക് ജോലി കിട്ടി. എന്തേ, വിശ്വാസമായില്ലേ? സ്വപ്നത്തിൽ പോലും എനിക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എനിക്കറിയായിരുന്നു കിട്ടുമെന്ന്. ഞാൻ ഒത്തിരി കളിയാക്കാറുണ്ടെങ്കിലും നിനക്കൊരു ജോലി കിട്ടണമെന്നാ ദിവസവും പ്രാർത്ഥിക്കാറ്. അതിന്റെ ക്രെഡിറ്റ് നിനക്ക്. എന്റെ സ്മാർട്ട്നെസ്സും ബുദ്ധിയും കണ്ടിട്ടാ എന്നെ ജോലിക്കെടുത്തത്. ജോലി കിട്ടിയപ്പോഴേ നില മറക്കല്ലേ മോളെ. നിനക്ക് അസൂയ, മുഴുത്ത അസൂയ. അമ്മ പറയാറില്ലേ മോളെ, നിരന്തര പ്രയത്നം വിഫലമാവില്ലെന്ന്. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ മുത്തശ്ശനൊരു ബോട്ടിൽ വാങ്ങിത്തരും. ഇച്ചിരി നിറമുള്ളത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. ആദ്യത്തെ ശമ്പളം കിട്ടിയാലുടൻ ഞാനിവനെ ഒരു നല്ല തൂമ്പ വാങ്ങി കൊടുക്കും. പറമ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിളക്കട്ടെ. പ്രഭാവതിയുടെ വീടല്ലേ? അതെ. ഞാൻ നാഷണൽ എക്സ്പോർട്സിൽ നിന്നാണ്. വണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ? കമ്പനിയിലെ സ്റ്റാഫുകൾ വരണതും പോണത് ഈ വണ്ടിയില്ല. കമ്പനി വണ്ടി ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല, പല തട്ടിപ്പുകാരുമായിരിക്കും. അതെ, ഞാൻ ബസ്സിൽ വന്നോളാം. ടാറ്റയുടെയും ബിർളയുടെയും കമ്പനിയല്ലേ, വണ്ടി അയച്ച സ്റ്റാഫിനെ കൊണ്ടുപോവാൻ. നീ എന്താ വണ്ടി പോവാഞ്ഞ്? അത് നാഷണൽ സ്പോർട്സിന്റെ വണ്ടിയല്ലേ? ദൈവമേ, കമ്പനി വണ്ടി തന്നെയാ. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തില് MD സ്ട്രിക്റ്റാ. ഈ മുത്തശ്ശന്റെ വാക്ക് കേട്ട് ഞാൻ പെരുവഴിയിലായാലും എന്റെ ഈശ്വര. ചേട്ടാ ചേട്ടാ, എന്നെ ഒന്ന് സ്കൂട്ടറിൽ കൊണ്ടുവിടോ. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന പ്രോബ്ലം ആവും. അയ്യോ, ഞാൻ ആ വഴിക്കല്ല. ഒന്ന് കൊണ്ടുവിടടാ, നിന്റെ പെങ്ങളല്ലേ. ആണോ? അടിയാണ്.
കറക്റ്റ് സമയത്ത് ആപ്പിച്ചിട്ടു. ഒരു മിനിറ്റ്. ഓക്കേ, വണ്ടി ശരിയാവോ? ശരിയാവും. ഒന്ന് കൊണ്ട് കളയാമോ ഈ കാട്ട വണ്ടി? ഞാൻ ബസ്സിൽ പോകണം. അതാ ബുദ്ധി. ഒരു 5 മിനിറ്റ് പോവാൻ വരട്ടെ, ഇതൊന്ന് പറഞ്ഞിട്ട് പോവൂ. എന്ത്? ആ പെണ്ണിന് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ചോദിക്കണം. അയ്യേ, അതിന്റെ പിന്നാലെ ചെന്ന് എക്സ്ക്യൂസ് മീ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ നാണമാവില്ലേ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ എംഡി അല്ലേ? എന്നാ പിന്നെ ചോദിക്കണ്ട. അല്ല, ചോദിച്ചാൽ എന്താ കുഴപ്പം? എന്നാ ചോദിക്കുന്നേ. അത് കൈമലേട്ടൻ തന്നെ പ്രഭാവതിയോട് ഒന്ന് ചോദിക്കണം, എന്നെ ഇഷ്ടമാണോ എന്ന്. അപ്പോഴേ ഞാൻ നിന്റെ ആരാ? കല്യാണ ബ്രോക്കറോ? ഐ എം എൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, യു നോ ദാറ്റ്. ചെന്ന് അവളോട് പറയടാ ഐ ലവ് യു എന്ന്. ഐ ലവ് യു മിസ് പ്രഭാവതി. ഇതൊന്നും ഞാൻ പറഞ്ഞ ശരിയാവില്ല. സാറെന്താ എത്ര ടെൻഷനില്? ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ സാറ് ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ഞാൻ വിചാരിച്ചു സാറ് കല്യാണം കഴിച്ച് 2 കുട്ടികളുടെ അച്ഛനായിരിക്കുമെന്ന്. ഒന്ന് പോടി, സാറിന് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. പെണ്ണേതാ സാർ? ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി പെൺകുട്ടിയുടെ സമ്മതം കൂടി കിട്ടിയാലേ കല്യാണം നടക്കും. സാറിനെ കണ്ട ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാവരെയും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കല്പങ്ങളുണ്ട്. അത് കറക്റ്റാ. അതെ, പ്രഭാവതിയുടെ സങ്കല്പം എന്താ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് മീശയില്ല. എന്താ എല്ലാരും കൂടി പുറത്തിറങ്ങി നിൽക്കുന്നേ? ചേച്ചിയും കാത്തു തന്നെ നിൽക്കുന്നേ. വിശേഷം ഉണ്ടെത്താ കൂട്ടിക്കോളൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ പറയാറുള്ളത് വളരെ കറക്റ്റാ. ജോലി കിട്ടിയാൽ ഒരു നല്ല ബന്ധം കിട്ടുമെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ? ആള് കേമിയാ, പിടിച്ചപ്പോ പുളിങ്കൊമ്പ് തന്നെയാ പിടിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്താ മുത്തശ്ശ കാര്യം? പണ്ട് ഇളങ്കാവ് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ ഞാനൊരു പെണ്ണിനെ കണ്ടു മോഹിച്ചു. പിന്നെ ഓടിച്ചിട്ടൊരു കല്യാണമല്ലായിരുന്നു. അതുപോലെ നിനക്കും ഒരാലോചന വന്നിട്ടുണ്ട്. ആരുടെ? നിനക്കറിയാവുന്ന എന്റെ ഒരു പഴയ സ്റ്റുഡന്റാ. സസ്പെൻസ് കള. ആരാമേ? ശേഖരൻകുട്ടി, നിന്റെ MD. സാറോ? ഒറ്റ ദിവസം കൊണ്ട് നീ അയാളെ എങ്ങനെ വെട്ടിൽ വീഴ്ത്തി? കളിയാക്കണ്ട. എന്റെ വിദ്യാഭ്യാസവും സ്മാർട്ട്നെസ്സും കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ആലോചനയുമായി വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്കാം. നിനക്കെന്താ എത്ര അസൂയ? ഒരസൂയല്ലേ ദൈവമേ, അയാൾ അറിയുന്നുണ്ടോ? എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. എന്റെ മോള് തൂങ്ങി ചാവണ്ടെന്ന് കരുതിയാ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ എന്റെ മോളെ കെട്ടുന്നവൻ ഏതവനായിരുന്നാലും ശ്രീധരം കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. സ്വർണത്തിന് പുറമെ ഒരു മാരുതി കാർ. നിനക്ക് ഡ്രൈവിംഗ് വശം ഉണ്ടോടാ? അത് പിന്നെ ഇല്ലെങ്കിലും സാറില്ല, വണ്ടി നേരത്തെ കൊടുത്തേക്കാം, ഓടിച്ചു പഠിക്കട്ടെ. ടീച്ചർക്ക് അവാർഡ് കിട്ടിയില്ല, അതിശയില്ല. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. എല്ലാം കൊമ്പത്തല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ഒരുത്തി കോടീശ്വരനെ വളച്ചെടുത്തു, ഒരുത്തൻ കോടീശ്വരിയെ വളച്ചെടുത്തു. എന്തായാലും ശാരദ ടീച്ചറിന് കച്ചവടം ലാഭം. അപ്പോ മകൾക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇതും നടക്കട്ടെ. ശങ്കു, നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ ഡോർ തുറക്ക്. പ്രേമേന്ദ്ര, നീ ഇതിലൂടെ കൊടുക്കാറ്. കേറു മക്കളെ. പിന്നെ ശരി മക്കളെ. പ്രേമേന്ദ്ര, ഞാൻ മോളോട് ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ കെട്ടിയതേ ഒരു കോടീശ്വരനാ. നമ്മുടെ സ്റ്റാറ്റസ് വിട്ടൊന്നും നീ പെരുമാറണ്ട കേട്ടോ. അമ്മയ്ക്ക് ഈ രേണുക അറിയില്ലേ? ഞാൻ ഒരിടത്തും താഴ്ന്നു കൊടുക്കോ? പ്രേമേന്ദ്രൻ ഒരു പാവാ. എന്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാൻ എനിക്കറിയാം. പിന്നെ അവിടെ നിനക്ക് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിലേ നീ അവനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോന്നേരാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കേറിക്കോ മോളെ. ദേ
പ്രേമേന്ദ്രന്റെ വീട്ടുകാർ പൊന്നൂല് നോക്കണം. മേടിക്ക്. ഞാനിപ്പോ വരേ. കൊച്ചമ്മേ, ഡിന്നറിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? എന്തൊരു ചൂടാ ഇവിടെ. തെക്കേ മുറി എ സി ആണെന്നാ ഇവിടെ എല്ലാരും പറയാറ്. ഈ ജനലൊക്കെ തുറന്നിട്ടാ ഇവിടെ എന്ത് കാറ്റാണെന്നറിയോ? പക്ഷേ ഇന്ന് തുറന്നിടാൻ പറ്റുമോ? എനിക്കിവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഈ ജനാലെല്ലാം അടച്ചു പൂട്ടിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ല. ഒരു ടേബിൾ ഫാൻ എങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചൂടായിരുന്നോ? അയ്യോ, ഞാനത് ഓർത്തില്ല. നാളെ തന്നെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നൈറ്റിന്റെ മൂഡ് കളയാതെ നീ ആ പാല് കുടിച്ച് പതിങ്ങി തന്നെ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഞാൻ പകുതി കുടിച്ചിട്ടല്ലേ നീ കുടിക്കേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായതുപോലൊരു തോന്നൽ. എന്നെ കെട്ടിയതുകൊണ്ടാണോ? തന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാൻ എനിക്ക് കൊതിയാവുകയാണോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ആ കൊച്ചു വീട്ടിലോ? ഇവിടെയാണെങ്കിൽ എന്തൊരു സൗകര്യ. എനിക്ക് ഇവിടുന്ന് പോണോന്നേ ഇല്ല. നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് രസമാണോ ഉള്ളത്. തന്റെ വീട്ടിലാണെങ്കിൽ എത്ര അംഗങ്ങളാ, തമാശയും പൊട്ടിച്ചിരിയും ബഹളവും. അച്ഛനും അമ്മയും ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബം എനിക്ക് ഒത്തിരി ഇഷ്ടാ. എന്തു പറ്റി? തണുക്കുന്നുണ്ടോ? ഞാൻ എ സി ഓഫാക്കാം. വേണ്ട, എ സിയുടെ തണുപ്പ് എനിക്ക് ഇഷ്ടാ. ശേഖരേട്ടാ, എന്താ? കല്യാണത്തിന് വന്ന് പലരും ചോദിക്കുക. എന്താ ചോദിച്ചത്? ശേഖരേട്ടന് എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന്. സ്വത്തോ? ഇനി ആരെങ്കിലും ചോദിച്ചാ അവരോട് ഗമയ്ക്ക് പറയാനാ. സ്വത്തിന്റെ കണക്കൊക്കെ ഞാൻ അവരെ വിശദമായിട്ട് പിന്നീട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നീഞ്ഞു വന്നേ. അമ്മേ, ചേച്ചി ശേഖരേട്ടൻ വന്നോ? ചേച്ചി, രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി, ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ. നീ തുടക്കല്ലേ? സാധാരണ കെട്ടിച്ചു വിട്ടാ മൂന്നാം പക്കം ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചുവീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛ വീട് വിരുന്ന്, നീ ആരുടെ കാര്യം പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തൊരു സംസാരം? നീ എന്താ, നീ മാത്രമല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങക്ക് രാവിലെ ഇങ്ങോട്ട് പോരണമെന്ന് തോന്നി. ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലൂ. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഹോ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചവും കിടക്കാത്ത ഈ കുടിച്ച റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ എ സിയുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് എ സി റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. ആഹാ, രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിൽക്കുക. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വാ. ആ ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല. എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്റ്റെനയാണെന്നുള്ള ഓർമ്മയില്ല അല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. പ്രേമൻ എന്തിയെ? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്കറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ചേട്ടത്തി എന്ന വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായക്കൂടുതലൊന്നും എനിക്കില്ല.
നാട്ടു നടപ്പനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തിന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്ക് ഇഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൾസയും എനിക്ക് നിർബന്ധം. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതിയെന്നെ. എനിക്കും രാവിലെ ഇഡ്ഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി, അമ്മഞ്ഞെടുത്ത്. ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് 2 കാന്താരി മുളക് എടുത്തിട്ട് ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിന്ന് വെള്ളം ഊറും. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് വേണേ കുറച്ച് കഴിച്ചോടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്കഞ്ഞിയാണോ? ഞാനിപ്പോ വരാം. ആ, നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ, ആ പഴങ്കഞ്ഞി എത്തിയല്ലോ. ഇങ്ങോട്ട് വെച്ചോളൂ, ഇങ്ങോട്ട് വെച്ചോളൂ. ആ, എന്താ അവന്റെ ഒരു സ്റ്റൈല്. അയാളെ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കഴിച്ചു തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ, എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്കഞ്ഞി കൂടി എന്റെ പത്രാസ് കണ്ട് പ്രേമൻ എന്തിനാ ഓച്ചാനിച്ച് നിന്നത്? അയാളുടെ കാശ് കണ്ടിട്ടാ? അതിനേക്കാ പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങിപ്പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഓർക്കാഞ്ഞിട്ടല്ലമ്മേ, കല്യാണത്തിന് കാശ് കുറെ ചെലവായി, അമ്മ പാപ്പരടിച്ചിരിക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കാണാതിരിക്കില്ല. കടായിട്ട് മതി, ഞാൻ തിരിച്ചു തരാവുന്നേ. നാണമില്ലേ നിനക്ക് കാശ് കടം ചോദിക്കാൻ? വട്ടച്ചെലവ് വെച്ചിട്ട് കൂടുന്നുണ്ട്. ആ, പെൻഷൻ കിട്ടട്ടെ, തരാം. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ശ്രമിക്കണം. 1-2 തവണ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെന്ന് കരുതി നിരാശനാവരുത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരിലേ കഴിച്ചത് ഈശ്വരൻ. കേട്ടിട്ടില്ലേ? പല വാതിലുകൾ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ട്രൈ അഗെയിൻ. അത്യാവശ്യം വട്ടച്ചെലവിന് ഇത് കയ്യിലിരിക്കട്ടെ. ഏയ് വേണ്ട. അതിനെന്താ, എന്നെ ഒരു അന്യനായിട്ടാ കരുതിയത്? വെച്ചോളൂ. ഇന്ന് വരെ ചോദിക്കാതെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല. ഇതേവരെ ചോദിക്കാനോ കൊടുക്കാനോ എനിക്കാരും ഉണ്ടായിട്ടില്ലല്ലോ. പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ?